ചോദ്യം ആരോടാണ്? എനിക്ക് രണ്ടുപേരോട് ഓരോ ചോദ്യമാണ് ഉള്ളത്. ഒന്ന് പ്രിയങ്കരനായിട്ടുള്ള KP ശ്രീകുമാർ അവர்களോടും അതോടൊപ്പം തന്നെ എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള BJPയുടെ പ്രതിനിധിയോടും. ഒന്ന് KP ശ്രീകുമാറിനോടാണ്. എന്താ സുഹൃത്ത് ഒരു നാട്ടിൽ താമസിക്കുന്ന രണ്ടുപേർ സുഹൃത്തുക്കളായാലും ഒരു നാട്ടിൽ താമസിക്കുന്ന രണ്ടുപേർ സുഹൃത്തുക്കളായാലും ഒരു പ്രശ്നമൊക്കെയാണ്. അല്ല ഞാനേ ചോദ്യത്തിലേക്ക് വരട്ടെ. ചോദ്യം ഞാന് ഒരു കാര്യം കൂടെ ആമുഖമായി പറയാം. ഇപ്പം എനിക്കെതിരെ സംസാരിച്ചവരും എന്റെ പ്രിയ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട KP ശ്രീകുമാർ അവர்களോടാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലും ഇന്ത്യയിലും ഒരു ഇടതുപക്ഷ അതല്ലെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഭരണ സംവിധാനത്തിനെതിരായി ഒരു മഹാസഖ്യം ഉണ്ടാക്കി. ആ സഖ്യവുമായി ബന്ധപ്പെട്ട് വലിയ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഫാസിസ്റ്റ് ഭരണം ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആ സംവിധാനത്തിൽ കോൺഗ്രസിനോടൊപ്പം കൈചേർത്ത് പിടിച്ചവരുമാണ് ഇവിടുത്തെ ഈ ഭരണ സംവിധാനത്തെ എതിർക്കുന്ന ബഹുഭൂരിപക്ഷം വിഭാഗവും. അങ്ങനെ ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളം കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഉണ്ടംപൊരിയും പഴംപൊരിയും കഴിച്ചതിന് ശേഷം ഈ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന് എതിരെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വന്നതോടുകൂടിയും അതിനോടൊപ്പം തന്നെ KC വേണുഗോപാൽ വന്നതോടും കൂടിയും നിങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണോ എന്നുള്ളത് വ്യക്തമാക്കുക. രണ്ടാമത്തെ ചോദ്യം ഒരു ചോദ്യം ശ്രീകുമാർ മറുപടി പറയാം. ഇവിടെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ശ്രീകുമാർ ഈ ചോദ്യത്തിന് മറുപടി പറയട്ടെ. പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവും ആ രൂപീകരണ വേളയിൽ CPMന്റെ ദേശീയ നേതൃത്വം സ്വീകരിച്ച നിലപാടിനെ സംബന്ധിച്ചും കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM നേതൃത്വത്തിന്റെ നിലപാടിനെ സംബന്ധിച്ചും കൃത്യമായ ധാരണ ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട്. ആ ഇന്ത്യ മുന്നണി സഖ്യത്തെ പരാജയപ്പെടുത്തുവാനും തകർക്കുവാനുമുള്ള വലിയ ശ്രമങ്ങൾ കേരള ഘടകത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. എങ്ങനെ ഇന്ത്യ മുന്നണിയിൽ ഒരംഗത്തെ നിയോഗിക്കാൻ, ഒരു അംഗത്തെ നിർദ്ദേശിക്കുവാൻ CPMനോട് പറഞ്ഞിട്ട് നാളെ ഇതുവരെ CPM നേതൃത്വത്തിന് കഴിയാത്ത വന്നതിന്റെ അടിസ്ഥാനം കേരളത്തിൽ പിണറായി വിജയന്റെയും CPM നേതൃത്വത്തിന്റെയും നിലപാട് മൂലമാണ്. അപ്പോൾ BJPയുമായി സഖ്യം ചേർന്ന് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ CPM ഘടകത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതും KC വേണുഗോപാൽ മത്സരിക്കുന്നതും അവർക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കും. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP-യാണ്. അദ്ദേഹം സിറ്റിംഗ് MP-ആയി മത്സരിക്കുമ്പോൾ ഇത്ര സ്നേഹം രാഹുൽ ഗാന്ധിയോടും ഈ മുന്നണിയോടും ഉണ്ടായിരുന്നെങ്കിൽ CPMന് മത്സരിക്കാതെ മാറി നിൽക്കാമായിരുന്നല്ലോ. മത്സരിക്കാൻ തയ്യാറായില്ല നിങ്ങൾ മത്സരിച്ചോട്ടെ. രാഹുൽ ഗാന്ധിക്ക് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മത്സരത്തിൽ അതാണല്ലോ ഈ പുറത്തു വരുന്നത് BJPക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന, വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി അപമാനിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി അപമാനിക്കുവാനും അന്ധമായ കോൺഗ്രസ് വിരോധമാണ് നിങ്ങൾ നയിക്കുന്നത്. അതാണ് നിങ്ങളുടെ പ്രശ്നം. ശരി, ഒരു അടുത്ത ചോദ്യം. ഒരു പ്രസക്തിയുമില്ല. അടുത്ത ചോദ്യം. ഒരു ചോദ്യം.